social studies. Okay? All of you take your textbook, page number 283. Okay? Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലെ ഒരു ചാപ്റ്റർ പഠിച്ചിരുന്നു അല്ലേ? എന്തായിരുന്നു ചാപ്റ്ററിന്റെ നെയിം? എന്തായിരുന്നു ചാപ്റ്ററിന്റെ നെയിം? ദ മാത്സ് അല്ലേ? മാത്സിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് മാപ്പിൽ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അതിലെ ഡയറക്ഷൻസും അല്ലേ കണ്ടില്ലേ? അതിലെ കളേഴ്സ് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു, എന്തിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ? അപ്പൊ ഒരു മാപ്പ് കണ്ടാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചില്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അതോ മറന്നുപോയോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ആ മാപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാം റെഡി ആയിട്ടിരിക്കുവാണോ പഠിക്കാനായിട്ട്? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പേജ് നമ്പർ 283. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് the signs and symbols. നമ്മൾ പറഞ്ഞു നമ്മൾ മാപ്പിൽ കുറെ സിംബൽസും കളേഴ്സും ഒക്കെ ഡയറക്ഷൻസും ഒക്കെ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് the signs and symbols. നോക്കാം നമുക്ക്. നോക്കിക്കേ, various signs and symbols are used to represent various features on a map. For example, the capital city is marked on the map by a small circle with a dot inside. എന്താ പറഞ്ഞിരിക്കുന്നത്? various signs and symbols are used to represent various features on a map. അല്ലേ? നമ്മുടെ various ആയിട്ടുള്ള സൈൻസും സിംബൽസും ഒക്കെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മാപ്പിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്യുന്നു അല്ലേ? നമുക്ക് മാപ്പിൽ നോക്കുമ്പോൾ ധാരാളം സിംബൽസ് കാണാം, സൈൻസ് കാണാം, ഇതൊക്കെ വെറുതെ കൊടുത്തിരിക്കുന്നതാണോ? അല്ല, ഇതെല്ലാം ഓരോന്നിനെയും ഓരോരോ കാര്യത്തിന് എന്ത് ചെയ്യുന്നു? ആ മാപ്പിലുള്ള ഓരോരോ കാര്യത്തിന് എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്യുന്നതാണ് അല്ലേ? സൂചിപ്പിക്കുന്നതാണ് അല്ലേ? ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ സിറ്റി അല്ലേ? ഒരു സിറ്റിയുടെ ക്യാപിറ്റൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് മാർക്ക്ഡ് ഓൺ ദി മാപ്പ് ബൈ എ സ്മോൾ സർക്കിൾ വിത്ത് എ ഡോട്ട് ഇൻസൈഡ് അല്ലേ? എങ്ങനെയാണ് നമുക്ക് മാപ്പിൽ ഷോ ചെയ്തിരിക്കുന്നത്? എന്താണ്? ഒരു സ്മാൾ സർക്കിളിനകത്ത് ഒരു ഡോട്ട് ഉണ്ട് അല്ലേ? അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആ സിറ്റിയുടെ എന്തിനെ സൂചിപ്പിക്കുന്നു? ക്യാപിറ്റലിനെ സൂചിപ്പിക്കുന്നു അല്ലേ? അങ്ങനെ ഓരോരോ ഇൻഡിക്കേഷൻ നമുക്ക് മാപ്പിൽ കാണാനായിട്ട് സാധിക്കും. ഇത് ഓരോന്നും ഓരോ ഫീച്ചേഴ്സ് ആണ് അല്ലേ? ഫീച്ചേഴ്സിനെ എന്ത് ചെയ്യുന്നു? റെപ്രസെന്റ് ചെയ്യുന്നു. അതെല്ലാം നമുക്ക് അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് ആ മാപ്പിന്റെ കോർണറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതല്ലേ? അതുകൊണ്ട് നമുക്ക് ആ മാപ്പിൽ എന്താണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലേ? അതിന്റെ കേസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ? ഓക്കെ, a key to the signs and symbols used in each map is given. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മാപ്പിൽ ധാരാളം കീസ് അല്ലേ? ആ കീ ഉപയോഗിച്ച് നമുക്ക് അതിലെ സൈൻസും സിംബൽസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലേ? അപ്പൊ മാപ്പിന്റെ പ്രത്യേകതയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ? മാപ്പില് ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ? അത് ഓരോന്നിനെയും റെപ്രസെന്റ് ചെയ്യും അല്ലേ? ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മാപ്പിന്റെ ടൈപ്സ് ഓഫ് മാപ്പ് എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണോ ഉള്ളത്? അല്ല അല്ലേ? ടൈപ്സ് ഓഫ് മാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ധാരാളം മാപ്സ് ഉണ്ട്, ഓരോന്നും ഓരോ രീതിയിലുള്ളതാണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. there are different types of maps. നമുക്ക് മാപ്സ് പലതരത്തിലുള്ള മാപ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കിക്കേ, ഫസ്റ്റ് വൺ ആണ് എന്ന് പറയുന്നത് the political map. ഫസ്റ്റ് വൺ ആണ് എന്ന് പറയുന്നത് എന്താണ്? the political map. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? the political map. ഫസ്റ്റ് മാപ്പ് ഏതാണ്? the political map. കേട്ടിട്ടുണ്ടോ? എന്താണ് പൊളിറ്റിക്കൽ മാപ്പ്? രാഷ്ട്രീയപരമായിട്ടുള്ള ഭൂപടം അല്ലേ? രാഷ്ട്രീയപരമായ ഭൂപടമാണ് അല്ലേ? the political map. നോക്കിക്കേ, എന്തായിരിക്കും ആ മാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും? നോക്കിക്കേ, this map shows the boundaries of continents, countries, states, districts, capitals, cities and towns അല്ലേ? ഈ മാപ്പ് എന്താണ് ഷോ ചെയ്യുന്നത്? പൊളിറ്റിക്കൽ മാപ്പ് എന്താണ്? രാഷ്ട്രീയ ഭൂപടം എന്താണ് ഷോ ചെയ്യുന്നത്? എന്തിന്റെ അതിരുകളാണ്? ബൗണ്ടറീസ് ആണ്. നോക്കിക്കേ, കോണ്ടിനെന്റ്സ് അല്ലേ? രണ്ട് കോണ്ടിനെന്റ്സ് തമ്മിലുള്ള ബൗണ്ടറീസ് ഷോ ചെയ്യുന്നതായിരിക്കാം. ഇനിയോ കൺട്രീസ് തമ്മിലുള്ള അല്ലേ? രാജ്യങ്ങൾ തമ്മിലുള്ളത്, സ്റ്റേറ്റ്സ് അല്ലേ? സംസ്ഥാനങ്ങൾ തമ്മിലുള്ളത്, ഡിസ്ട്രിക്ട് ജില്ലകൾ തമ്മിലുള്ളത്, ക്യാപിറ്റൽസ് അല്ലേ? തലസ്ഥാനങ്ങൾ തമ്മിലുള്ളത്, സിറ്റീസ് ടൗൺസ് അങ്ങനെ താഴേക്ക് വരുന്നു അല്ലേ? ഇങ്ങനെ ഓരോരുത്തരും തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു സിറ്റീസ് തമ്മിലുള്ള അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഡിസ്ട്രിക്ട്സ് തമ്മിലുള്ള എന്താണ് ബൗണ്ടറീസ് ഒക്കെ നമുക്ക് എവിടെ ഷോ ചെയ്യാം? കാണാനായിട്ട് സാധിക്കും പൊളിറ്റിക്കൽ മാപ്പിൽ അല്ലെ, രാഷ്ട്രീയ ഭൂപടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പൊളിറ്റിക്കൽ മാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബൗണ്ടറീസ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. തൊട്ടടുത്തുള്ള അപ്പൊ നമ്മുടെ സിറ്റിക്ക് തൊട്ടടുത്തുള്ള നെക്സ്റ്റ് സിറ്റി ഏതാണ്, അതിന്റെ ബൗണ്ടറി എവിടെയാണ് നമുക്ക് കാണാം, എവിടെയാണ് ഉള്ളത് എന്നുള്ളതെല്ലാം നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? പൊളിറ്റിക്കൽ മാപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ടൈപ്സ് ഓഫ് മാപ്പിൽ ഫസ്റ്റ് വൺ ആണ് ഇതെന്ന് പറയുന്നത് ദ പൊളിറ്റിക്കൽ മാപ്പ്. പഠിച്ചെല്ലാവരും? ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഇതെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ. മനസ്സിലായല്ലോ? പൊളിറ്റിക്കൽ മാപ്പിൽ നമുക്ക് എന്താണ് അതിന്റെ ഹെൽപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, സെക്കൻഡ് വൺ ആണ് എന്ന് പറയുന്നത് ദ ഫിസിക്കൽ മാപ്പ്. എന്താണ് ദ ഫിസിക്കൽ മാപ്പ്? പറഞ്ഞെല്ലാവരും എന്താണ്? ദ ഫിസിക്കൽ മാപ്പ്. എന്താണ് ദ ഫിസിക്കൽ മാപ്പ്? പറഞ്ഞെല്ലാവരും ഫസ്റ്റ് വൺ ഏതായിരുന്നു? ദ പൊളിറ്റിക്കൽ മാപ്പ്. സെക്കൻഡ് വൺ ആണ് എന്ന് പറയുന്നത് ദ ഫിസിക്കൽ മാപ്പ്. ഫിസിക്കൽ മാപ്പ് എന്താണ്? ഭൗതികപരമായ ഭൂപടം അല്ലെ, ഭൗതിക ഭൂപടം. ഓക്കെ, എന്തായിരിക്കും നമുക്ക് ഫിസിക്കൽ മാപ്പിൽ കാണാനായിട്ട് സാധിക്കുക? അതിൽ എന്തായിരിക്കാം മാർക്ക് ചെയ്തിരിക്കുന്നത്? ഫിസിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കാം? This map shows mountains, hills, plateaus, valleys, rivers, lakes, etc. Such a map is also called a relief. എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഫിസിക്കൽ മാപ്പിൽ നമുക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുക? ഫിസിക്കൽ മാപ്പ് ഷോ ചെയ്തിരിക്കുകയാണ് മൗണ്ടെയിൻസ് അല്ലേ, പർവ്വതങ്ങൾ, പിന്നെന്താണ് ഹിൽസ്, കുന്നുകൾ, പ്ലേറ്റ്യൂസ് എന്താണ് പീഠഭൂമികൾ, പിന്നെയോ വാലീസ് അല്ലേ താഴ്വരകൾ, റിവേഴ്സ് നദികൾ, ലേക്സ്, ഇതൊക്കെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഫിസിക്കൽ മാപ്പിൽ കാണാൻ അല്ലേ. പൊളിറ്റിക്കൽ മാപ്പിൽ നമുക്ക് എന്തായിരുന്നു? കൺട്രീസ് തമ്മിലോ അല്ലെങ്കിൽ കോണ്ടിനെന്റ്സ് തമ്മിലുള്ള ബൗണ്ടറീസും കാര്യങ്ങളുമാണ് നമുക്ക് പൊളിറ്റിക്കൽ മാപ്പിൽ കാണാൻ സാധിച്ചു. അതേസമയം ഫിസിക്കൽ മാപ്പിൽ എന്താണ്? നമുക്ക് എന്തൊക്കെ ഹിൽസ് ഉണ്ട്, വാലീസ് ഉണ്ട്, പ്ലേറ്റ്യൂസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഫിസിക്കൽ മാപ്പിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഫിസിക്കൽ മാപ്പിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് റിലീഫ് മാപ്പ്. എന്താണ് റിലീഫ് മാപ്പ്? ഓക്കെ, അപ്പൊ അത് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഫിസിക്കൽ മാപ്പിന് അറിയപ്പെടുന്ന മറ്റൊരു നെയിമാണ് എന്ന് പറയുന്നത് റിലീഫ് മാപ്പ്. പറഞ്ഞ എല്ലാവരും എന്താണ് റിലീഫ് മാപ്പ്? ഓക്കെ, അപ്പൊ ഫിസിക്കൽ മാപ്പിൽ എന്താണ് ഷോ ചെയ്തിരിക്കുന്ന കാര്യം മനസ്സിലായല്ലോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ടു ടൈപ്സ് മാപ്പ് കണ്ടു അല്ലേ. ഇതൊക്കെയാണ് ദ പൊളിറ്റിക്കൽ മാപ്പ്. സെക്കൻഡ് വൺ ആണ് എന്ന് പറയുന്നത് ദ ഫിസിക്കൽ മാപ്പ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മാപ്പും എന്താണ് ഷോ ചെയ്യുന്നത്, എന്താണ് നമുക്ക് എന്ത് ഹെൽപ്പാണ് തരുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് മാപ്പ് നോക്കാം. അടുത്താണ് എന്ന് പറയുന്നത് ദ ക്ലൈമറ്റ് മാപ്പ്. തേർഡ് വൺ ആണ് എന്ന് പറയുന്നത് ദ ക്ലൈമറ്റ് മാപ്പ്. അതിലെല്ലാവരും എന്താണ് ദ ക്ലൈമറ്റ് മാപ്പ്? ആ നേരി തന്നെയുണ്ട്. എന്തായിരിക്കാം ഈ മാപ്പിൽ ഷോ ചെയ്യുന്നത്? ദ ക്ലൈമറ്റ് മാപ്പില് കാലാവസ്ഥാപരമായിട്ടുള്ള മാപ്പാണ് അല്ലെ, കാലാവസ്ഥാ ഭൂപടമാണ് ദ ക്ലൈമറ്റ് മാപ്പ് അല്ലെ. അപ്പൊ കാലാവസ്ഥയായിരിക്കും അത് ഷോ ചെയ്യുന്നത്. നോക്കിക്കേ, this map shows rainfall, temperature, direction of winds, etc. ഈ ക്ലൈമറ്റ് മാപ്പിൽ അല്ലെ കാലാവസ്ഥാ ഭൂപടത്തില് എന്താണ് ഷോ ചെയ്യുന്നത്? ഇതൊക്കെയാണ് റെയിൻഫോൾ, പിന്നെ എന്താണ് ടെമ്പറേച്ചർ അല്ലെ താപനില, മഴയെക്കുറിച്ച്, പിന്നെ എന്താണ് ഡയറക്ഷൻ ഓഫ് വിൻഡ് കാറ്റിന്റെ ദിശ, പിന്നെ ഇതൊക്കെയാണ് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുക? ക്ലൈമറ്റ് മാപ്പിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കാലാവസ്ഥാപരമായ കാര്യങ്ങളായിരിക്കും നമുക്ക് ക്ലൈമറ്റ് മാപ്പിൽ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് റെയിൻ, പിന്നെ റെയിൻഫോൾ, പിന്നെ എന്താണ് ടെമ്പറേച്ചർ, പിന്നെ എന്താണ് വിൻഡിന്റെ കാറ്റിന്റെ ദിശ അല്ലെ. ഇതൊക്കെ നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? ക്ലൈമറ്റ് മാപ്പിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ക്ലിയർ ആണ്? 3 ടൈപ്സ് പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞേ പൊളിറ്റിക്കൽ മാപ്പ്, the physical map, third one ആണ് എന്ന് പറയുന്നത് the climate map. Clear? Okay, അടുത്ത നോക്കാം. അടുത്താണ് എന്ന് പറയുന്നത് the vegetation map. എന്താണ് the vegetation map? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് പറഞ്ഞേ the vegetation map. എന്തായിരിക്കാം vegetation mapൽ ഷോ ചെയ്യുന്നത്? എന്താണ് അറിയാമോ? എന്താണ് സസ്യഭൂമി എന്തായിരിക്കാം? നോക്കിക്കേ, this map shows forests, grassland, etc. ഇതിൽ നമുക്ക് എന്താ vegetation mapൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുക? നോക്കിക്കേ, എന്തൊക്കെയാണ്? this map shows forest, grassland അല്ലേ. എന്താണ് കാടുകളും പുൽമേടുകളും ആണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുക?
വെജിറ്റേഷൻ മാപ്പിൽ കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ്? ഫോറസ്റ്റേഴ്സ് ആൻഡ് എന്താണ് ഗ്രാസ് ലാൻഡ്സ് അല്ലെ, പുൽമേടുകളും കാടുകളും ഒക്കെയാണ് നമുക്ക് ഈ വെജിറ്റേഷൻ മാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഏതൊക്കെ പ്ലേസിലുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണ്? ക്ലൈമറ്റ് മാപ്പിൽ എന്തൊക്കെയായിരുന്നു? റെയിൻഫോളിനെ കുറിച്ചും ടെമ്പറേച്ചറിനെ കുറിച്ചും പിന്നെ ഡയറക്ഷൻ ഓഫ് ദ വിൻഡ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലൈമറ്റ് മാപ്പിൽ കണ്ടുവെങ്കിൽ വെജിറ്റേഷൻ മാപ്പിൽ എന്തൊക്കെയാണ്? ഫോറസ്റ്റേഴ്സ്, പിന്നെ എന്താണ് വെജിറ്റേഷൻ മാപ്പില് പുൽമേടുകൾ അല്ലെ, കാടുകളും പുൽമേടുകളും ഒക്കെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? വെജിറ്റേഷൻ മാപ്പിൽ കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആണ്? ഒന്ന് പറഞ്ഞിരിക്കുകയാണ് the political map, second one the physical map, third one the climate map, fourth one the vegetation map. Clear? Okay, the next ആണ് പറയുന്നത് the topographical map. ഇതിന് നിങ്ങൾ എന്താണ് the topographical map? അങ്ങനെ എന്താണ് the topographical map? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് പറഞ്ഞേ? മാപ്പിന്റെ നെയിം എന്താണ്? ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്. എന്തായിരിക്കും ഈ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്? ഈ ഭൂപടത്തിൽ എന്തായിരിക്കും കാണാനായിട്ട് സാധിക്കുക? നോക്കിക്കേ. This map shows complete details of places in a small area. Such map shows mountains, hills, rivers, roadways, railways, etc. അപ്പോൾ നമ്മുടെ ഈ ടോപ്പോഗ്രാഫിക്കൽ മാപ്പിൽ നമുക്ക് എന്താ കാണുന്നത്? അതിൽ എന്താണ് ഷോ ചെയ്യുന്നത്? നോക്കിക്കേ. This map shows complete details of a place in a small area. ഒരു സ്മോൾ ഏരിയയിലുള്ള ഒരു പ്ലേസിന്റെ ഫുൾ ഡീറ്റെയിൽസ് അല്ലേ, ഒരു സ്മോൾ ഏരിയ ആ ഏരിയയിലുള്ള ആ പ്ലേസസിന്റെ ഫുൾ ഡീറ്റെയിൽസ് അല്ലേ, ആ ഡീറ്റെയിൽസ് ആണ് എന്തൊക്കെ വരുന്നത്? മൗണ്ടെയ്ൻസ്, അവിടെയുള്ള മൗണ്ടെയ്ൻസ് ഏതൊക്കെയാണ്, എത്ര എണ്ണം ഉണ്ട്, ഹിൽസ്, പിന്നെന്താണ് റിവേഴ്സ്, പിന്നെന്താണ് റോഡ്വേസ്, റെയിൽവേസ് അല്ലേ, നമ്മൾ ഗതാഗതത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന റോഡ്വേസ് ആയാലും റെയിൽവേസ് ആയാലും ഏതൊക്കെ ഭാഗത്താണ് എന്നുള്ളതൊക്കെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ടോപ്പോഗ്രാഫിക്കൽ മാപ്പിൽ കാണാൻ സാധിക്കും. ഒരു സ്മോൾ ഏരിയയിലുള്ള പ്ലേസസിൽ എന്തൊക്കെയാണ്, മൗണ്ടെയ്ൻസ് ഉണ്ടോ, റിവേഴ്സ് ഉണ്ടോ, റോഡ്വേസ് ഉണ്ടോ, റെയിൽവേസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഷോ ചെയ്യുന്നുണ്ട്? ടോപ്പോഗ്രാഫിക്കൽ മാപ്പിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു പ്ലേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? എന്താണ് the topographical map? This map shows complete details of places in a small area. അല്ലേ, ആ സ്ഥലത്തുള്ള പൂർണ്ണമായിട്ടുള്ള അല്ലേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നു. Such map shows mountains, hills, rivers, roadways, railways, etc. Okay, മനസ്സിലായോ? ലാസ്റ്റ് മാപ്പ് നോക്കിയിട്ടേതാണ് 6-1 the economic or commercial map. എന്താണ് the economic or എന്താണ് commercial map. ഓക്കേ, എന്തായിരിക്കും ഇത് economic or commercial map ൽ എന്തായിരിക്കും ഷോ ചെയ്യുന്നത്? എന്തായിരിക്കാം? നോക്കിക്കേ. This map generally shows the area of industry, mining, agricultural production, trade centers, ports, trade routes, etc. അല്ലേ, നമുക്ക് ഈ ഒരു എക്കണോമിക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ മാപ്പിൽ നമുക്ക് എന്തായിരിക്കാം? വ്യവസായപരമായ കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കിക്കേ, എന്തൊക്കെയാണ്? നോക്കിക്കേ, ഇൻഡസ്ട്രി അല്ലേ, വ്യവസായത്തിന്റെ ഏരിയ, ഇൻഡസ്ട്രിയൽസ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? മൈനിങ് അല്ലെ, ഖനനം നടക്കുന്ന പ്ലേസസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അല്ലെ, കാർഷികോൽപാദനം നടത്തുന്ന ഏരിയാസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? ട്രേഡ് സെന്റേഴ്സ് അല്ലെ, എന്താണ്? വ്യാപാര കേന്ദ്രങ്ങൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? പോർട്സ് അല്ലെ, തുറമുഖങ്ങള്. പിന്നെ എന്താണ്? ട്രേഡ് റൂട്ട്സ്, എന്താണ്? വ്യാപാര മാർഗങ്ങൾ അല്ലെ, വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എക്കണോമിക് ഓർ കൊമേഴ്ഷ്യൽ അല്ലെ, കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഞാൻ എങ്കിൽ തന്നെ നമുക്ക് എക്കണോമിക് ഓർ കൊമേഴ്ഷ്യൽ മാപ്പിലാണ് നമുക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും അല്ലെ. ഇൻഡസ്ട്രി, പിന്നെന്താണ്? മൈനിങ്, പിന്നെന്താണ്? അഗ്രികൾച്ചറുമായിട്ടുള്ള കാര്യങ്ങൾ, ട്രേഡ് സെന്റേഴ്സ്, ട്രേഡ് റൂട്ട്സ്, പിന്നെന്താണ്? പോർട്സ്, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, ഇതെല്ലാം നമുക്ക് എവിടെ കാണാൻ സാധിക്കും? എക്കണോമിക് ഓർ കൊമേഴ്ഷ്യൽ മാപ്പിൽ കാണാനായിട്ട് സാധിക്കും അല്ലേ. നമ്മൾ എത്ര ടൈപ്സ് ആൻസർ കണ്ടു നോക്കിക്കേ, റീഡ് ചെയ്തില്ലാരും. ഫസ്റ്റ് വൺ എന്താണ്?
political map. Right? Second one, the physical map or relief map. Third one, the climate map. Fourth one, the vegetation map. Fifth one, the topographical map. Sixth one, the economic or commercial map. Okay, അപ്പോൾ ഈ ഓരോ മാപ്പ് എന്താണ് ഷോ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? The political മാപ്പിൽ നമുക്ക് കൺട്രീസ് തമ്മിലോ അല്ലെങ്കിൽ സിറ്റീസ് തമ്മിൽ, ടൗൺസ് തമ്മിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട്സ് തമ്മിലുള്ള ബൗണ്ടറീസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഫിസിക്കൽ മാപ്പിൽ നമുക്ക് എന്താണ് ഏതൊക്കെ മൗണ്ടെയിൻസ് ഉണ്ട്, ഏതൊക്കെ ഹിൽസ് ഉണ്ട്, പ്ലേറ്റ്യൂസ് ഉണ്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ക്ലൈമറ്റ് മാപ്പിലോ റെയിൻഫോളിനെ കുറിച്ചും ടെമ്പറേച്ചറിനെ കുറിച്ചൊക്കെ നമുക്ക് ക്ലൈമറ്റ് മാപ്പിലൂടെ കാണാനായിട്ട് സാധിക്കും. വെജിറ്റേഷൻ മാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള എന്താണ് റെയിൻഫോൾ എന്താ ഫോറസ്റ്റും പിന്നെന്താണ് ഗ്രാസ് ലാൻഡ്സിലെ പുൽമേടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ആകുമ്പോഴോ എന്താണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പിലാകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാനായിട്ട് സാധിക്കും? റിവേഴ്സ് അല്ലെ ഒരു സ്മാൾ ആയിട്ടുള്ള ഒരു സിറ്റിയിലെ അവിടുത്തെ പ്ലേസസിലെ പ്രത്യേകത അല്ലെ പൂർണ്ണമായ ഒരു വിവരം അവിടെ എന്തൊക്കെയുണ്ട്, റോഡ്വേസ് ഏതൊക്കെയാണ്, റെയിൽവേസ് ഏതൊക്കെയാണ്, അവിടെ എന്തൊക്കെ റിവേഴ്സ് ഉണ്ട് എന്നുള്ള ലേക്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് യൂസ് ചെയ്താൽ അറിയാനായിട്ട് സാധിക്കും. ലാസ്റ്റ് നമ്മൾ പഠിച്ച ഏതാണ്? എക്കണോമിക് ഓർ കൊമേഴ്ഷ്യൽ. അതിൽ നമുക്ക് എന്താണ് ഇൻഡസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ അഗ്രികൾച്ചറുമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പിന്നെന്താണ് മൈനിങ് ഏരിയാസ് അറിയാൻ സാധിക്കും. പിന്നെന്താണ് ട്രേഡ് പോർട്സ് അറിയാം, ട്രേഡ് സെന്റേഴ്സ് അറിയാം അല്ലെ. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മാപ്പ് യൂസ് ചെയ്യാൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമുക്ക് മാപ്പിൽ ഡിഫറെന്റ് ടൈപ്സിലുള്ള മാപ്പിലാണ് ഇത് ഷോ ചെയ്യുന്നത്. മാപ്പിലാണോ? അല്ല, ഓരോ മാപ്പിലാണ് ഷോ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓരോ മാപ്പും എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് മനസ്സിലായോ? ഏതൊക്കെയാണ് റീഡ് ചെയ്തത്? the political map. Second one, the physical map. Physical map ൽ അറിയപ്പെടുന്ന മറ്റൊരു നെയിമാണ് relief map. Third one, the climate map. Fourth one, the vegetation map. Fifth one, the topographical map. Sixth one, the economic or commercial map. Clear are you? Okay. Now a map gives us very important information. Hey, map എന്ന് പറയുന്നത് ധാരാളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് തരുന്നത്. അല്ലേ? നോക്കിക്കേ, ഇത് നമ്മൾ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? നോക്കിക്കേ, it helps travelers travel to the destination of their choice. അല്ലേ? കൂടുതലും ഈ മാപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാവലേഴ്സിനാണ് അല്ലേ? യാത്രക്കാർക്കാണ് കൂടുതൽ മാപ്പ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ? അവർക്ക് അവരുടേതായ അവർ പോകുന്ന ഡെസ്റ്റിനേഷൻ, അവർക്ക് പോകുന്ന സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മാപ്സ് ആണ് അല്ലേ? This map is our true friend and guide, and it is important to learn the language of the map to understand. അല്ലേ? അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രണ്ട് ആണ് അല്ലേ? നല്ലൊരു ട്രൂ ഫ്രണ്ട് ആണ് ആരും പറയുന്നുണ്ട് മാപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാപ്പിലുള്ള കീസും അല്ലെ അതിന്റെ ലാംഗ്വേജും എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലായിട്ട് പഠിക്കണം. അതിന് ആ കീസും അതിന്റെ ലാംഗ്വേജ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താലേ നമുക്ക് ആ മാപ്പ് നമുക്ക് യൂസ്ഫുൾ ആവും അല്ലെ? അത് ഹെൽപ്ഫുൾ ആവണമെങ്കിൽ നമുക്ക് അതിലുള്ള ലാംഗ്വേജ് എന്താണ്, അതിലുള്ള കീസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രം നമുക്ക് മാപ്പ് യൂസ് ചെയ്യുന്നത് എന്തുള്ളൂ? ബെനിഫിറ്റ് ഉള്ളൂ അല്ലെ? എങ്കിൽ മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് എത്തിച്ചേരാനായിട്ട് അല്ലെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മാപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു നല്ലൊരു ഫ്രണ്ടാണ്, നമുക്ക് നല്ലൊരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു മാപ്പിൽ ധാരാളം കീസ് ഉണ്ട്, സിംബൽസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേ. നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് സിംബൽസും എന്താണത് ഷോ ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിക്കേ, എന്താ കാണുന്നത്? ഫസ്റ്റ് സിംബൽ എന്താ ഷോ ചെയ്യുന്നത്? മെറ്റൽഡ് റോഡ്. എന്ത് റോഡാണ്? മെറ്റൽഡ് റോഡ്. ആ ഒരു സിംബൽ എന്തിനെ സൂചിപ്പിക്കുന്നു? മെറ്റൽഡ് റോഡ്. ആ ഒരു ഏരിയയിൽ ഇങ്ങനെയുള്ള റോഡാണ് മെറ്റൽഡ് റോഡ്. സെക്കൻഡ് പിക്ചർ നോക്കിക്കേ, സെക്കൻഡ് സിംബൽ നോക്കിക്കേ, എന്താണത്? ബ്രിഡ്ജ്. അത് എന്തിനെ ഷോ ചെയ്യുന്നു? ബ്രിഡ്ജിനെ ഷോ ചെയ്യുന്നു. തേർഡ് സിംബൽ എന്താണ്? ഡാം. അവിടെ എന്തുണ്ട്? ഡാം ഉണ്ട്. പിന്നെ എന്താണ്? ടെമ്പിൾ. നെക്സ്റ്റ് സിംബൽ എന്താണത്? ചർച്ച് അല്ലേ? നെക്സ്റ്റ് എന്താണ്? സ്റ്റേറ്റ് ബൗണ്ടറി അല്ലേ? അടുത്ത നോക്കിക്കേ, ക്യാപിറ്റൽ ഓഫ് എ കൺട്രി അല്ലേ? ഇപ്പൊ സിംബൽസ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കി നമുക്ക് ചർച്ച് മനസ്സിലാവും, ടെമ്പിൾ മനസ്സിലാവും അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ ബാക്കിയുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ നമ്മള് അതിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്ലേസ് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് സിംബൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? റെയിൽവേ അല്ലേ? നെക്സ്റ്റ് എന്താണ്? റിവർ. പിന്നെന്താണ്? വെൽ, മോസ്ക്,
അല്ലേ? ക്യാപിറ്റൽ ഓഫ് എ കൺട്രിയും അതുപോലെ ഇമ്പോർട്ടന്റ് ടൗണും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? കേട്ടോ? ബ്ലാക്ക് സർക്കിൾ ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ സിമ്പിൾ കണ്ടാൽ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സിമ്പിൾ എന്നാൽ ഏതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ സിമ്പിൾ കണ്ടിട്ട് അത് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു മാപ്പിനകത്ത് ധാരാളം കീസും സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അത് ഐഡന്റിഫൈ ചെയ്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മാപ്പ് കൊണ്ട് യൂസ് ഉള്ളൂ അല്ലേ? ഒരു മാപ്പ് എന്ന് പറഞ്ഞാൽ ധാരാളം കാര്യങ്ങളല്ലേ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് നമുക്ക് തരുന്നത് അല്ലേ? ആണോ? നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ മാപ്പ് കൊണ്ട് യൂസ് ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ മാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ മാപ്പിന്റെ പ്രത്യേകതകളും ഇതിനകത്ത് ഡയറക്ഷൻസ് എന്തൊക്കെയാണ്, നമുക്ക് മെയിൻ ആയിട്ടുള്ള 4 ഡയറക്ഷൻ മാത്രമാണോ അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ? കാരണം കളേഴ്സ് ഓരോന്നിനും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടു അല്ലേ? ഓക്കെ, അപ്പോൾ മാപ്പ് എന്ന് പറയുന്നത് ധാരാളം ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ തരുന്നത് അല്ലേ? മാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലാറ്റ് സർഫസ് ആണ് എന്നുള്ള കാര്യം, അതിന്റെ ലിമിറ്റേഷനും അതിന്റെ ബെനിഫിറ്റ്സും ഒക്കെ നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്യാമെന്ന് പഠിച്ച കാര്യങ്ങൾ 2 ടൈംസ് റീഡ് ചെയ്യും. ഓക്കെ, റീഡ് ചെയ്ത് പേരന്റിനെ കൊണ്ട് സൈൻ ചെയ്യും ചെയ്യാം. ഓക്കെ, ചെയ്യാമല്ലോ. അതോടൊപ്പം എല്ലാവരും നോട്ട്ബുക്കിലേക്ക് നമ്മൾ ഇമ്പോർട്ടൻറ്റ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ മാത്സ് കണ്ടില്ലേ? അതെല്ലാവരും നോട്ട്ബുക്കിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കുക. പഠിച്ച് അത് എന്തിനെയാണ് ആ ടെക്സ്റ്റ് തന്നിരിക്കുന്നത് എന്താണ് എന്നുള്ളത് നോട്ട്ബുക്കിലേക്ക് ഒന്ന് വരയ്ക്കും. ഓക്കെ, നോട്ട്ബുക്കിലേക്ക് ഈ നോട്ട്സ് ടീച്ചർ തരുന്നതിനോടൊപ്പം നിങ്ങൾ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് ഒന്ന് വരച്ച് വെക്കുന്നുണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നാം ബന്ധപ്പെട്ട എക്സസൈസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന ഡിഫൈൻ ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ടീച്ചർ ഈ നോട്ട്സിന്റെ കൂടെ തരുന്നുണ്ട്. അതുപോലെ നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്തിരുന്ന മതി. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കട്ടിയുള്ള തരുന്നുണ്ട്, അതെല്ലാം നോട്ട്ബുക്കിലേക്ക് റൈറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് fill in the blanks ആണ്. ഓക്കെ ഓക്കെ, fill in the blanks with the suitable words given below. അല്ലേ, നമുക്ക് തന്നിട്ടുണ്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്നുള്ളത് ഫില്ലപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ്, നിങ്ങൾ പറഞ്ഞു ടീച്ചർ. ഓക്കെ, ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കിക്കേ, മാർക്സ് ആർ ഡ്രോൺ ഓൺ എ ഡാഷ് സർഫേസ്. എന്തായിരിക്കാം? മാർക്സ് ആർ ഡ്രോൺ ഓൺ എ ഡാഷ് സർഫേസ്. നോക്കിക്കേ, എന്തായിരിക്കാം ആൻസർ? മാർക്സ് ഏത് സർഫേസിലാണ്? പറഞ്ഞേ, മാർക്സ് ഏത് സർഫേസിലാണ്? ഫ്ലാറ്റ് സർഫേസ്. നമ്മൾ പറഞ്ഞില്ലേ, മാപ്പ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് സർഫേസ് ആണ്, അല്ലെങ്കിൽ ക്യാൻവാസ് ആണ്, അല്ലെങ്കിൽ പേപ്പർ ആണ് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ റൈറ്റ് ചെയ്ത് എന്താണ്? ഫ്ലാറ്റ് സർഫേസ്. ഓക്കെ, റൈറ്റ് ചെയ്തോ എന്താണ്? ഫ്ലാറ്റ് സർഫേസ്. സെക്കൻഡ് വൺ നോക്കാം, റൈറ്റ് ചെയ്തോ? ഓക്കെ, സെക്കൻഡ് വൺ നോക്കിക്കേ, the bottom of a map is always dash. നമ്മൾ പറഞ്ഞു ഒരു മാപ്പിന്റെ ഇപ്പോൾ അതിന്റെ ബോട്ടം പാർട്ട് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇതാണ് തന്നെ, ഇതാണ് സൗത്ത് അല്ലേ? ഇതാണ് സൗത്ത്. റൈറ്റ് ചെയ്തെല്ലാവരും ഇതാണ് സൗത്ത്. ഓക്കെ, റൈറ്റ് ചെയ്തല്ലോ. ഓക്കെ, തേർഡ് വൺ നോക്കിക്കേ, ജമ്മു ആൻഡ് കാശ്മീർ ഈസ് ടുവേർഡ്സ് ദ ഡാഷ് ഓഫ് ഇന്ത്യ. ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ ഏത് ഭാഗത്തായിട്ടാണ്? തന്നെ നോർത്ത് അല്ലേ? ഏത് ഡയറക്ഷനിലായിട്ടാണ്? നോർത്ത്. റൈറ്റ് ചെയ്തെല്ലാവരും ഇതാണ് നോർത്ത്. റൈറ്റ് ചെയ്തല്ലോ. ഓക്കെ, ഫോർത്ത് വൺ നോക്കാം. Colors are used to show various types of എന്താണ്? Various types of colors are used to show various types of എന്താണ്? Information അല്ലേ? കളേഴ്സും ഓരോരോ ഇൻഫോർമേഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? ഇതാണ് ഇൻഫോർമേഷൻ. ഓക്കെ, റൈറ്റ് ചെയ്തല്ലോ. ഫിഫ്ത്ത് വൺ നോക്കാം. A book of dash is called an atlas. നമ്മൾ പഠിച്ചതാണ് അല്ലേ? Book of dash is called an atlas. Atlas എന്ന് പറയുന്നത് എന്താണ്? Book of എന്താണ്? Marks അല്ലേ? ഇതാണ് മാർക്സ്. Book of marks ആണ് നമ്മൾ എന്ത് വിളിച്ചത്? atlas എന്ന് വിളിച്ചത്. ഓക്കെ, എല്ലാവരും കറക്റ്റ് റൈറ്റ് ചെയ്തോ? നോക്കിക്കേ, ലിസ്റ്റോട് റീഡ് ചെയ്യാം. Marks are drawn on a flat surface. The bottom of the map is always south. Jammu and Kashmir is towards the north of India. Colors are used to show various types of information. A book of marks is called an atlas. Clear? Correct writing hello. Next നോക്കാം. Write T for true and F for the false statement. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ ട്രൂ എന്നോ
ഫാൾസ് ആണെങ്കിൽ ഫാൾസ് എന്ന് റൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. നോക്കാം നമുക്ക്. നോക്കിക്കേ ഫസ്റ്റ് വൺ. A globe is a true representation of the earth. ആണോ? കറക്റ്റ് ആണോ? A globe is a true representation of earth. കറക്റ്റ് ആണോ? ആണോ? ആണല്ലേ? അപ്പോൾ എന്താണ്? True. Okay. Second one നോക്കാം. To the right of the map it is west. നമ്മുടെ മാപ്പിന്റെ റൈറ്റ് സൈഡ് വെസ്റ്റ് ആണോ? അല്ല. അല്ലേ? എന്താണ്? False. Third one. The green color in a map indicates plains. Green color എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പ്ലെയിൻസിനെ ആണോ? ആണല്ലേ? അപ്പോൾ എന്താണ്? True. Fourth one. A big globe is difficult to carry and handle. അല്ലേ? നമ്മൾ പഠിച്ചില്ലേ? ആണല്ലേ? അപ്പോൾ എന്താണ്? True. Fifth one. Gujarat lies in the south. ആണോ? അല്ല. അപ്പോൾ എന്താണ്? False. Okay, അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എഴുതിയോ? ഓക്കേ നോക്കിക്കേ. A globe is a true representation of the earth. എന്താണ്? True. To the right of the map it is west. എന്താണ്? False. The green color in a map indicates plains. എന്താണ്? True. A big globe is difficult to carry and handle. എന്താണ്? True. Gujarat lies in the south. എന്താണ്? False. ഓക്കേ കറക്റ്റ് ചെയ്തല്ലോ. നെക്സ്റ്റ് നോക്കാം. നോക്കിക്കേ അടുത്ത എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് ഡാർക്ക് ബ്രൗൺ. ഡാർക്ക് ബ്രൗൺ എന്തുമായിട്ടാണ് നമ്മൾ ഈ സെക്ഷനിൽ മാച്ച് ചെയ്യാൻ പറ്റുന്നത്? നോക്കിക്കേ ഡാർക്ക് ബ്രൗൺ. അപ്പോൾ എന്തായിരുന്നു പഠിച്ചത്? ഡാർക്ക് ബ്രൗൺ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ്? മൗണ്ടെയിൻസ് ആൻഡ് ഹിൽസ്. അല്ലേ? ഫസ്റ്റ് വൺ എന്താണ്? മൗണ്ടെയിൻസ് and hills. Okay, dark brown എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? Mountains and hills. ഇത് മാച്ച് ചെയ്തേ. എന്താണ്? Mountains and hills. Okay. Second one നോക്കിക്കേ deep blue. Deep blue എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? Deep blue എന്തായിരുന്നു? deep water of oceans, seas, rivers, etc. അല്ലേ? എന്താണ്? deep blue എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? Deep water of oceans, എന്താണ്? rivers, seas, etc. Okay, match ചെയ്തല്ലോ. Okay, third one നോക്കിക്കേ blue. Blue എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? blue എന്താണ്? water bodies like oceans, seas, etc. എന്തിനാണ്? water bodies like oceans, seas, etc. അല്ലേ? വാട്ടർ ബോഡീസിനെയാണ് ഷോ ചെയ്യുന്നത്. എന്താ? ബ്ലൂ കളർ. ഓക്കേ, ലൈറ്റ് ബ്ലൂ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലൈറ്റ് ബ്ലൂ shallow water of oceans or seas. അല്ലേ? ലൈറ്റ് ബ്ലൂ എന്താണ്? shallow water of seas, oceans. അല്ലേ? ഓക്കേ, അപ്പോൾ ലൈറ്റ് ബ്ലൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് shallow water of seas or oceans. ഗ്രീൻ കളർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഗ്രീൻ കളർ എന്തിനാണ്? ലോലാൻഡ് റീജിയൻ ആണ് ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ്? ലോലാൻഡ് റീജിയൻസിനെയാണ് ഏത് കളർ ഷോ ചെയ്യുന്നത്? ഗ്രീൻ കളർ ഷോ ചെയ്യുന്നത്. അതാണ് ലോലാൻഡ് റീജിയൻസ്. ഓക്കേ, റൈറ്റ് ചെയ്തല്ലോ. കറക്റ്റ് മാച്ച് ചെയ്തോ? നോക്കിക്കേ ഡാർക്ക് ബ്രൗൺ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? മൗണ്ടെയിൻസ് ആൻഡ് ഹിൽസ്. ഡീപ്പ് ബ്ലൂ deep water of oceans, seas, rivers, etc. Blue color എന്തിനെ ഷോ ചെയ്യുന്നു? water bodies like oceans, seas, etc. light blue എന്താണ്? shallow water of oceans or seas. green color എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? lowland regions. ഓക്കേ, എല്ലാവരും കറക്റ്റ് മാച്ച് ചെയ്തോ? ഓക്കേ, ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് MCQs തന്നിട്ടുണ്ട് അല്ലേ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ ഈ പാഠവുമായി ബന്ധപ്പെട്ടാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ആൻസർ ചെയ്താന്നുള്ളത് ടിക്ക് ചെയ്യുക. ഓക്കെ, ഇതിന് വിശദാംശം നമുക്ക് ചെയ്യാലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ടീച്ചർ പഠിപ്പിച്ചിടം വരെ എല്ലാവരും റീഡ് ചെയ്യുക. പെണ്ണിനോട് സൈൻ ചെയ്ത് ടീച്ചർ അയച്ചു.
അതോടൊപ്പം ടീച്ചർ നോട്ട്സ് എഴുതുന്നുണ്ട്, അതെല്ലാവരും നോട്ട്ബുക്കിലൊക്കെ റൈറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ പഠിച്ച ഫില്ലപ്പും ട്രൂ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്സും മാച്ച് ദ ഫോളോയിങ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ടീച്ചർ വിളിക്കുമ്പോൾ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മാത്സിന്റെ നെയിംസ്, ടൈപ്സ് ഓഫ് മാത്സിന്റെ നെയിംസ് ഒക്കെ പഠിച്ചു അല്ലേ? അതിന്റെ സ്പെല്ലിംഗ് എല്ലാവരും നന്നായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. ഓരോ ടൈപ്സ് മാപ്പും എല്ലാവരും 5 ടൈംസ് വീതം എഴുതി പഠിക്കുകയും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, നമുക്ക് ഇതിനോടൊപ്പം നമുക്കൊരു കളറിംഗ് ബുക്ക് തന്നിട്ടില്ലേ? എല്ലാവർക്കും തന്നിട്ടില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം? ഫസ്റ്റ് 2 പേജസ് കളർ ചെയ്യാനുള്ളത് എല്ലാവരും കളർ ചെയ്തിട്ട് ടീച്ചറിന് അയച്ചു. ഓക്കെ, ഫസ്റ്റ് 2 പേജസ് എല്ലാവരും എന്ത് ചെയ്യാം? കളർ ചെയ്യാം. ഓക്കെ, ചെയ്യാലോ? കളറിംഗ് ബുക്ക് തന്നിട്ടില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? കളർ ചെയ്യാനുള്ളത് കളർ ചെയ്യുക, ടീച്ചറിന് അയച്ചു. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. Students, good morning. Okay, teacher is കഴിഞ്ഞ കമ്പ്യൂട്ടർ ക്ലാസ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈമറി മെമ്മറി എന്താണ്, സെക്കൻഡറി മെമ്മറി എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ? സെക്കൻഡറി മെമ്മറി എന്താണ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഏതൊക്കെയാണ്? ഫ്ലോപ്പി ഡിസ്ക്, CD, DVD, ഇതൊക്കെ എന്താണ്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിന് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് ഫ്ലോപ്പി ഡിസ്ക് എന്താണ്, ഹാർഡ് ഡിസ്ക് എന്താണ്, CD എന്താണ്, DVD എന്താണെന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫ്ലോപ്പി ഡിസ്ക്. എന്താണ് ഫ്ലോപ്പി ഡിസ്ക്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ സെക്കൻഡറി മെമ്മറിയിൽ നമ്മൾ എന്താണ് സ്റ്റോറേജ് ഡിവൈസസ്, അതാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് പഠിച്ചു. ഇനി ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ്? ഫ്ലോപ്പി ഡിസ്ക്. എന്താണ് ഫ്ലോപ്പി ഡിസ്ക് എന്നാണ്? നോക്കിയേ, പേജ് നമ്പർ 10. ഓക്കെ, all of you take page number 10. A floppy disk is inserted inside a floppy drive which is fixed in the system unit. അതായത് ഫ്ലോപ്പി ഡിസ്ക് ഈസ് എ മാഗ്നറ്റിക് സ്റ്റോറേജ് മീഡിയം. അതായത് ഒരു കാന്തിക സംഭരണ മാധ്യമമാണ് എന്ന് പറയുന്നത്, ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു സംഭരണ മാധ്യമമാണ് എന്ന് പറയുന്നത് ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഫ്ലോപ്പി ഡിസ്കിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോപ്പി ഡിസ്ക് ഈസ് എ മാഗ്നറ്റിക് സ്റ്റോറേജ് മീഡിയം. അതായത് ഒരു കാന്തിക മാധ്യമം അല്ലെ, കാന്തിക സംഭരണ മാധ്യമം എന്ന് നമുക്ക് പറയാം. മാഗ്നറ്റിക് പവർ ഉള്ള അല്ലെ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു കാന്തിക സംഭരണ മാധ്യമമാണ് എന്ന് പറയുന്നത് ഈ ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത്. നമ്മൾ അതാണ് യൂസ് ചെയ്തത് അല്ലേ? അപ്പോൾ ഫ്ലോപ്പി ഡിസ്ക് പ്രൊവൈഡ് എ സിമ്പിൾ ആൻഡ് കൺവീനിയന്റ് വേ ഓഫ് ട്രാൻസ്ഫറിംഗ് ഇൻഫർമേഷൻ. അതായത് വിവരങ്ങൾ എന്താണ് കൈമാറാൻ വളരെ ലളിതവും വളരെ എളുപ്പത്തിലും അല്ലേ, വളരെ ലളിതവും സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് എന്താണ് വിവരങ്ങൾ നമുക്ക് കൈമാറാനായിട്ട് ഫ്ലോപ്പി ഡിസ്ക് പ്രൊവൈഡ്സ് എ സിമ്പിൾ ആൻഡ് കൺവീനിയന്റ് വേ ഓഫ് ട്രാൻസ്ഫറിംഗ് ഇൻഫർമേഷൻ. വിവരങ്ങൾ കൈമാറുന്നത് വളരെ ലളിതവും എന്താണ് സൗകര്യപ്രദവുമായ, അതായത് സൗകര്യപ്രദവുമായ ഒരു എന്താണ് മാർഗമാണെന്ന് പറയുന്നത് ഈ ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത്. നമുക്ക് വിവരങ്ങൾ കൈമാറാനായിട്ടുള്ള ഒരു വളരെ ലളിതവും സൗകര്യപ്രദമായ ഒരു മാർഗമാണ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത്. അടുത്തേക്ക് it can be used to transfer a small file from one computer to another. അല്ലേ, അതായത് ചെറിയ ഫയലുകളൊക്കെ അല്ലേ, അതായത് നമ്മൾ സ്റ്റോർ ചെയ്തിരുന്ന ചെറിയ ഫയലുകളൊക്കെ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, ചെറിയ ഫയലുകളൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് സഹായിക്കുന്നു? ഈ ഫ്ലോപ്പി ഡിസ്ക് സഹായിക്കുന്നു. Next നോക്കിയേ, a floppy disk is inserted inside the floppy drive which is fixed in the system unit. അല്ലേ, floppy disk is inserted inside the floppy drive which is fixed in the system of unit. System unit എന്താണ് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? Floppy disk is inserted inside the floppy drive which is fixed in system unit. ഇതെന്താണ്? ഒരു സിസ്റ്റം യൂണിറ്റിൽ ഇത് എന്ത് ചെയ്തിരിക്കുന്നു? ഉറപ്പിച്ചിരിക്കുന്നു.
അപ്പോൾ എന്താണ് ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് മീഡിയമാണ്. അതായത് ഒരു എന്താണ് കാന്തിക സംഭരണ മാധ്യമമാണ് എന്ന് പറഞ്ഞ ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എന്താണ് വളരെ ലളിതവും സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് ഈ ഫ്ലോപ്പി ഡിസ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എന്താണ് പറയുന്നത്? ചെറിയ ഫയലുകളൊക്കെ നമുക്ക് ഒരു ഫോണിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഇതെന്ന് പറയുന്നത് വിച്ച് ഈസ് എ ഫിക്സഡ് സിസ്റ്റം യൂണിറ്റ്. ഇതെന്താണ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇതിലൊരു സിസ്റ്റം യൂണിറ്റിൽ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സിസ്റ്റം യൂണിറ്റിൽ ഉറപ്പിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഫ്ലോപ്പി ഡിസ്ക് ആർ അവൈലബിൾ ടു സൈസ്. ഫ്ലോപ്പി ഡിസ്ക് ആർ അവൈലബിൾ ഇൻ 2 സൈസ്. ഏതൊക്കെയാണ്? 3.5 ഇഞ്ചസിലുണ്ട്. പിന്നെ എന്താണ് 5.25 ഇഞ്ചിന് നമുക്ക് ഏതാണ് 3.5 ഇഞ്ചസ് ആൻഡ് 5.25 ഇഞ്ചസ്. അതായത് 3.5 ഇഞ്ചസ് എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ സ്റ്റോർ 1.44 MB. അതായത് അതിന്റെ MB എന്ന് പറയുന്നത് എത്രയാണ്? 3 ഇഞ്ചസ് എന്ന് പറഞ്ഞാൽ MB എത്രയാണ്? 1.44 MB ആണ് അതിനുള്ളത്. അതുപോലെ 5. രണ്ട് രീതിയിലുള്ള സൈസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് 5.25. അപ്പൊ അതിന്റെ MB എന്ന് പറയുന്നത് എത്രയാണ്? 1.2 MB ആണ് അതിനുള്ളത്. അല്ലേ? അപ്പൊ ഫ്ലോപ്പി ഡിസ്ക് ആർ റിയലി യൂസ്ഡ് നൗഡേയ്സ്. ഇപ്പൊ എന്താണ് ഫ്ലോപ്പി ഡിസ്ക് ഇപ്പം വളരെ അപൂർവമായിട്ട് മാത്രമേ ഇപ്പൊ എന്ത് ചെയ്യുന്നുള്ളൂ ഫ്ലോപ്പി ഡിസ്കുകൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് സ്റ്റോറേജ് ഡിവൈസസ് ഏതാണ്? ഫ്ലോപ്പി ഡിസ്ക്. ഏതാണ്? ഫ്ലോപ്പി ഡിസ്ക്. അപ്പൊ ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു മാഗ്നറ്റിക് എന്താണ് സ്റ്റോറേജ് മീഡിയമാണ് അല്ലേ? അതായത് ഒരു കാന്തിക സംഭരണ മാധ്യമമാണെന്ന് പറഞ്ഞു. പിന്നെ വിവരങ്ങൾ നമുക്ക് വളരെ ലളിതവും സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വിവരങ്ങൾ കൈമാറാനായിട്ട് നമുക്ക് എന്ത് സാധിക്കുന്നു? ഈ ഫ്ലോപ്പി ഡിസ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ? ഫ്ലോപ്പി ഡിസ്ക് പ്രൊവൈഡ്സ് എ സിമ്പിൾ ആൻഡ് കൺവീനിയന്റ് വേ ഓഫ് ട്രാൻസ്ഫറിംഗ് ഇൻഫർമേഷൻ. അടുത്ത പറഞ്ഞേ ഈ ക്യാൻ ബി യൂസ്ഡ് ടു ട്രാൻസ്ഫർ സ്മോൾ ഫയൽസ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ചെറിയ ഫയലുകളൊക്കെ കൈമാറാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഫ്ലോപ്പി ഡിസ്കിനകത്ത് നമ്മൾ 2 സൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അവൈലബിൾ ആയിട്ട് 2 സൈസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് 3.5 ഇഞ്ചസും മറ്റേതാണ് 5.25 ഇഞ്ചസും. പിന്നെ അതിന്റെ MB എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഫ്ലോപ്പി ഡിസ്കിനെ കുറിച്ച് മനസ്സിലാക്കാൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹാർഡ് ഡിസ്ക്. എന്താണ്? ഹാർഡ് ഡിസ്ക്. നെക്സ്റ്റ് ഏതാണ്? ഹാർഡ് ഡിസ്ക്. Hard disk. A hard disk is a computer most important part. Hard disk എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പാർട്ട് ആണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്ക് is a computer most important part. It has a very large capacity of storing data. അതായത് കമ്പ്യൂട്ടറിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ആണെന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഇമ്പോർട്ടന്റ് പാർട്ട് ആണെന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ? ഹാർഡ് ഡിസ്ക് is a computer most important part. It has a large capacity of storing data. അതായത് വലിയ അതായത് ലാർജ് വളരെ വലിയ അളവിൽ തന്നെ നമുക്ക് എന്താണ് സ്റ്റോറേജ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉണ്ട് ഈ ഹാർഡ് ഡിസ്കിന്. അപ്പൊ എന്താ പറയാ? ഇറ്റ് ഹാസ് എ വെരി ലാർജ് കപ്പാസിറ്റി ഓഫ് സ്റ്റോറിംഗ് ഡേറ്റ. അതായത് ഡേറ്റകൾ സ്റ്റോർ ചെയ്യാനുള്ള അതിന്റെ കഴിവെന്ന് പറയുന്നത് എന്താണ്? വളരെ വലിയ രീതിയിലുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കുന്നു? സൂക്ഷിക്കാനായിട്ട് ഹാർഡ് ഡിസ്ക് സഹായിക്കുന്നു. അപ്പൊ എങ്ങനെ പറയാം? ഹാർഡ് ഡിസ്ക് ഈസ് എ കമ്പ്യൂട്ടർ most important part. It has a very large capacity of storing data. The efficiency of processing is 1000 times greater than of disk. ഡിസ്കിനേക്കാളും അല്ലേ നമ്മൾ പറഞ്ഞ ഫ്ലോപ്പി ഡിസ്ക് ആയാലും ഡിസ്കിനേക്കാളും ആയിരക്കണക്കിന് എന്താണ് ഡേറ്റകൾ അല്ലെ പ്രോസസ്സിംഗ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഏതിനുണ്ട്? നമ്മുടെ ഈ ഹാർഡ് ഡിസ്കിനുണ്ട്. അതായത് ഇതിനേക്കാളും എന്താണ് ആയിരക്കണക്കിന് പ്രോസസ്സിംഗ് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്? ഹാർഡ് ഡിസ്കിന് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ പറയാം? The efficiency of processing the 1000 times greater than the disk. And again, it is enclosed in
in a metal box called the hard disk drive. അല്ലേ? It is enclosed in a metal box called the hard disk drive. ഈ hard disk drive ഒരു metal box നമുക്ക് വിളിക്കാം. അല്ലേ? metal box പോലാണ് അതിനെ നിർമ്മിച്ചത്. അപ്പോൾ അതൊരു metal box called the hard disk drive. It is made up of collections of disks known as floaters. അതായത് ഫ്ലോട്ടറുകൾ എന്നറിയപ്പെടുന്ന ഡിസ്കുകൾ, അല്ലെ? ഫ്ലോട്ടറുകൾ എന്നറിയപ്പെടുന്ന ഡിസ്കുകളുടെ ഒരു ശേഖരണമാണ് ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഈ നമ്മൾ പറഞ്ഞ ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഫ്ലോട്ടർ എന്നറിയപ്പെടുന്ന ഒരു എന്താണ് ഫ്ലോട്ടർ എന്നറിയപ്പെടുന്ന ഡിസ്കുകളുടെ ഒരു ശേഖരണമാണ് എന്ന് പറയുന്നത് ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വളരെ ലാർജ്, വളരെ കൂടുതൽ വിവരങ്ങൾ അത് സ്റ്റോർ ചെയ്യാനായിട്ട് പ്രോസസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് അത് നിർമ്മിച്ചിരിക്കുന്നതിന്റെ എന്താണ് ഹാർഡ് ഡ്രൈവ് എന്ന വിളിക്കപ്പെടുന്ന ഒരു മെറ്റൽ ബോക്സിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പറഞ്ഞു. പിന്നെ എന്താണ് ഫ്ലോട്ടറുകൾ എന്നറിയപ്പെടുന്ന ഡിസ്കുകളുടെ ഒരു ശേഖരണമാണ് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് എന്ന് നമ്മൾ ഫ്ലോട്ടറുകൾ എന്നറിയപ്പെടുന്ന ഒരു ഡിസ്കുകളുടെ ഒരു ശേഖരണമാണ് ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. It holds the operating system of the computer, application programs and data files. അല്ലേ? എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു? എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നു? It holds the operating system of computer, application programs and data files. എന്തൊക്കെ എന്താണ് ഇതിൽ ഈ ഹാർഡ് ഡിസ്കിൽ അടങ്ങിയിരിക്കുന്നു? ഏതൊക്കെയാണ്? ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ, application programs and data files. അല്ലേ? application programs and data files ഒക്കെ ഏതിൽ അടങ്ങിയിരിക്കുന്നു? ഈ ഹാർഡ് ഡിസ്കിൽ അടങ്ങിയിരിക്കുന്നു. application programs and data files എന്തിലിരിക്കുന്നു? ഈ ഹാർഡ് ഡിസ്കിൽ അടങ്ങിയിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് ഒപ്റ്റിക്കൽ ഡിസ്ക്. ഏതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്? ഒപ്റ്റിക്കൽ ഡിസ്ക്. ഏതാണ് ഒപ്റ്റിക്കൽ ഡിസ്ക്? നമ്മൾ പഠിച്ചത് ഫ്ലോപ്പി ഡിസ്ക് എന്താണ്, ഹാർഡ് ഡിസ്ക് എന്താണ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ ഡിസ്ക്. അതായത് an optical disk is a plastic disk that is flat and circular. അതായത് പരന്നതും വൃത്താകൃതിയിലുള്ളതുമായ ഒരു പ്ലാസ്റ്റിക് ഡിസ്ക് ആണ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. അതായത് an optical disk is a plastic disk that is flat and circular. circular എന്ന് പറഞ്ഞത് വൃത്താകൃതിയിലുള്ളതുമായ എന്താണ് പ്ലാസ്റ്റിക്, അല്ലേ? പ്ലാസ്റ്റിക് ഡിസ്ക് ആണ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. To read and write data on it. അല്ലേ? നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ ഒപ്റ്റിക്കൽ ഡിസ്കിൽ നമുക്ക് ഡേറ്റകൾ റീഡ് ചെയ്യാനും അതുപോലെ റൈറ്റ് ചെയ്യാനും എഴുതാനും വായിക്കാൻ നമുക്ക് കഴിയുന്നു. അടുത്തത് ഇറ്റ് യൂസസ് ലേസർ ബീം എഞ്ചിനീയറിംഗ്. എന്താണ് ഇതില് ലേസർ ബീം എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിരിക്കുന്നു. അടുത്തത് the disk can be storage very large quantity of data. It can move easily from one location to another. അതായത് വളരെ കൂടുതലായിട്ട് ലാർജ് എന്താണ് ഡിസ്ക് ക്യാൻ സ്റ്റോർ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഡേറ്റ. വളരെ ലാർജ് എന്ന് വെച്ചാൽ വളരെ വലിയ അളവിലുള്ള, അതായത് വളരെ കൂടുതൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് കൂടുതൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഏത് സഹായിക്കുന്നു? ഈ ഒപ്റ്റിക്കൽ ഡിസ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡേറ്റാസുകൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒപ്റ്റിക്കൽ ഡിസ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ എന്താണ് വേറെ യൂസസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ബി മൂവ് ഈസിലി ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് നമുക്ക് ഈസി ആയിട്ട് അതിനെ മൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിച്ചതാണ് ഒപ്റ്റിക്കൽ ഡിസ്ക്. Optical disk is a plastic disk that is flat and circular. എന്താണ് അർത്ഥം? പരന്നതും വൃത്താകൃതിയിലുമുള്ള ഒരു പ്ലാസ്റ്റിക് ഡിസ്ക് ആണ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. The disk can storage very large quantity of data. അത് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഈ ഒപ്റ്റിക്കൽ ഡിസ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതാണ് it can be moved easily from one location to another location. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? എളുപ്പത്തിൽ ഇത് മൂവ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൂന്ന് സ്റ്റോറേജ്
ഡിവൈസസ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്. പറഞ്ഞേ, ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്. ഓക്കെ, എന്താണ് ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറഞ്ഞാൽ? ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് സിസ്റ്റം അല്ലേ? എന്താണ്? മാഗ്നറ്റിക് സ്റ്റോറേജ് മീഡിയം ആണ്, അതായത് കാന്തിക സംഭരണ മാധ്യമമാണ് എന്ന് പറയുന്നത് ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് വിവരങ്ങൾ എന്താണ് കൈമാറുന്നതിന് വളരെ ലളിതവും നമുക്ക് വളരെ ലളിതമായിട്ടും വളരെ സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ ഫയലുകൾ നമുക്കൊരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റു കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് കഴിയുന്നു. പിന്നെ പറഞ്ഞു ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത് അതിന്റെ സൈസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? 3.5 ഇഞ്ചസ് ആൻഡ് 5.25 ഇഞ്ചസ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത് ഇപ്പം എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, കമ്പ്യൂട്ടറിന്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അതായത് ഡിസ്കിനേക്കാൾ തന്നെ ആയിരക്കണക്കിന് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു കഴിവ് അതിനുണ്ട്, ഈ ഹാർഡ് ഡിസ്കിനുണ്ടെന്ന് നമ്മൾ പഠിച്ചു. പിന്നെന്താ, എന്നറിയപ്പെടുന്ന ഡിസ്കുകളുടെ ഒരു ശേഖരണമാണ് ഹാർഡ് ഡിസ്ക് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ആപ്ലിക്കേഷൻ, പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ ഫയൽസ് ഒക്കെ എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചതാണ് എന്താണ് ഒപ്റ്റിക്കൽ ഡിസ്ക് അല്ലേ? ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു an optical disc is a plastic disc that flat and circular അല്ലേ? അതായത് പരന്നതും വൃത്താകൃതിയിലുമുള്ള ഒരു പ്ലാസ്റ്റിക് ഡിസ്ക് ആണ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ലാർജ് ആണ് അല്ലേ? അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നമ്മൾ പഠിച്ചു. ഇത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ പഠിച്ചു. സ്റ്റോറേജ് ഡിവൈസസ് എന്ത് ചെയ്യുക, നന്നായിട്ട് റീഡ് ചെയ്യുക. അതുപോലെ അതിൻ്റെ കൂടെ ടീച്ചർ ക്വസ്റ്റ്യൻ ആൻസറും തരും, അത് നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ CD എന്താണ്, DVD ഒക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഈ ഒരു ക്ലാസ്സിൽ കൂടിയിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.